ഇപ്പോ താങ്കൾ ഒരു കഥ പറയുന്നെന്ന് വിചാരിച്ചോളി. ആ കഥയിൽ ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ട്. ആ ഇമോഷൻ എന്താണ് എനിക്ക് ഫീൽ ആയാൽ, എന്റെ ഹൃദയത്തിൽ ഫീൽ ആയാൽ തന്നെ എനിക്ക് കരയാൻ വരും. അപ്പോ അതിന്റെ എസെൻസ് എന്റെ ഹൃദയത്തിൽ ഇറങ്ങണം. ബട്ട് നിങ്ങൾ ജസ്റ്റ് മേ ബി ആക്ടിങ് ആക്കുന്നുണ്ടാവും, അത് സത്യമായിരിക്കും അല്ലെങ്കിൽ നുണായിരിക്കും. മൂവീസിലെല്ലാം ആക്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സോ അത് ഹോലി സ്പിരിറ്റ് അല്ല. ഹോലി സ്പിരിറ്റ് ദൈവം എന്തൊക്കെ പറയുന്നുണ്ടോ അതിന്റെ എസെൻസ് നമ്മളെ ഹൃദയത്തിൽ വന്നപ്പോ അതിന്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മറിയമിന്റെ സ്റ്റോറി പറയുന്നുണ്ട്, മറിയം അലൈഹിസ്സലാമിന്റെ എല്ലാ ഖുറാനിൽ എത്രയോ വിഷയങ്ങൾ ദൈവം പറയുന്നുണ്ട്. അതിന്റെ സ്പിരിറ്റ് എല്ലാം നമ്മുടെ ഉള്ളിൽ വന്നപ്പോ ശരിക്കും കരഞ്ഞിട്ട് പോകും. നമ്മൾ പശ്ചാത്തപിക്കും, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം പശ്ചാത്തപിക്കും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വന്നപ്പോ പിന്നെ ഞങ്ങളെ പെരുമാറ്റം എല്ലാം മാറി മാറി വരും. ഇതാണ് ഹോലി സ്പിരിറ്റ്. അപ്പൊ ഈ ഖുറാൻ വചനത്തെ പേഴ്സോണിഫിക്കേഷൻ നടത്തുന്നില്ല നിങ്ങൾ. അതായത് ഖുറാനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഖുറാന്റെ വചനത്തെ ഒരിക്കലും നിങ്ങൾ അവൻ എന്ന് വിളിക്കുന്നില്ല. വചനം അവൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അത് എന്ന് പറയും. വചനത്തെ അവൻ എന്ന് വിളിച്ചിട്ടേ ഇല്ല ഖുറാനിൽ. വചനം ഇംഗ്ലീഷിൽ വേർഡ് എന്ന് പറയുന്നില്ല, വേർഡ്. അതെ, അത് നിങ്ങൾ അവൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഈസ അലൈഹിസ്സലാമിന് മറിയം അലൈഹിസ്സലാമിന് ഗുഡ് ന്യൂസ് കൊടുക്കുമ്പോ ഒരു വചനം കൊണ്ട് ഞാൻ ഗുഡ് ന്യൂസ് തരുന്നുണ്ട്. എന്നിൽ നിന്ന് അതൊരു വചനമാണ്, അതിന്റെ ഗുഡ് ന്യൂസ് എനിക്ക് തരും, അവന്റെ പേര് ഈസ ഇബ്നു മറിയം ആവും എന്ന് പറയുന്നുണ്ട്. വചനത്തിന്റെ പേരല്ലേ? വചനത്തിന്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, വചനത്തെ അല്ലേ അവനെന്ന് വിളിക്കുന്നവിടെ? അല്ല, ഈസ അലൈഹി സ്വലാമിന് അവൻ എന്ന് പറയുന്നുണ്ട് അവിടെ. ഈസ അലൈഹി സ്വലാമിന്റെ പേര് ഒരു വേർഡാണ്. അല്ല, ഞാനിത് കറക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നു അറിയാൻ പറ്റില്ല. ഞാൻ വേറൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഖുറാനിലെ വചനത്തിന്റെ എസൻസ് ആണ്. ഖുറാനിലെ വചനത്തിന്റെ എസൻസ് തന്നെയാണ് ജിബ്രീൽ എന്ന് പറയുന്നത്. അങ്ങനെയാണോ? യെസ് സർ, കറക്റ്റ് ആണ്. അപ്പൊ ജിബ്രീൽ എന്ന് പറയുന്നത് ഒരു ബീയിങ് ആണോ, ഒരു വെറും പവറാണോ ജിബ്രീൽ? ഇപ്പൊ നോക്കി, നമ്മളെ ഉള്ളിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാ നിങ്ങൾ തന്നെ പറയണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ തന്നു, നിങ്ങൾ ഒരു ഇമോഷണൽ സ്റ്റോറി പറയുന്നുണ്ടെന്ന് വിചാരിച്ചോളി. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന എസെൻസ് എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയാൽ എനിക്ക് കരയാൻ വരും. അപ്പൊ അത് ബീയിങ് ആണോ അല്ല എന്താണോ എന്ന് താങ്കൾ പറയണം. അത് എന്താണത്? ഒരു പവർ അല്ലേ? പവർ എന്ന് മാത്രം പറയാൻ പറ്റും. അതായത് എന്നെ വികാര തരളിതനാക്കുന്ന ഒരു കഥ പറയുമ്പോൾ ആ കഥ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ആ കഥയിൽ നിന്ന് എനിക്ക് വരുന്ന അണ്ടർസ്റ്റാൻഡിങ്, എസെൻസ്, അതിന്റെ സാരം എനിക്ക് മനസ്സിലായാൽ മാത്രം എന്റെ റിയാക്ഷൻ വരും. അതെ, അപ്പൊ അത് നമുക്കുണ്ടാകുന്ന ഒരു വികാരമല്ലേ? അത് വികാരമല്ല, ആ എസെൻസ് വന്നതിന്റെ ശേഷമാണ് എന്റെ വികാരം പുറത്തു വരുന്നത്. ചിലപ്പോ ഞാൻ കരയും, ചിലപ്പോ ഇത് വെറുതെ ചിലപ്പോ കളിയാക്കും. എന്ത് വേണമെങ്കിലും എന്റെ വികാരമാവാം അതിന്റെ ശേഷം. അപ്പൊ നമ്മളിൽ ആ വികാരം ഉണർത്തുന്നത് എന്തോ അതാണ് ജിബ്രീൽ. കറക്റ്റ് സർ. യെസ് സർ, യെസ് സർ, കറക്റ്റ്. അപ്പൊ അതൊരു പേഴ്സൺ അല്ല. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ല. ജിബ്രീൽ മെസ്സഞ്ചർ എന്ന് പറയുന്നത് ദൈവം. മെസ്സഞ്ചർ ഓഫ് ഗോഡ്. മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആകണ്ടേ? അല്ല പിന്നെ മെസ്സേജ് എന്ന് വേണ്ട പറയാൻ? അല്ല, വാട്സാപ്പ് ഇത് മെസ്സഞ്ചർ അല്ലേ? യാഹു മെസ്സഞ്ചർ അല്ലേ? എല്ലാ മെസ്സഞ്ചറുകൾ തന്നെയല്ലേ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്? അല്ലാണ്ട് ഒരു സിസ്റ്റമിന് മെസ്സഞ്ചർ എന്ന് പറയാം. ഇത് പേഴ്സൺ അല്ലല്ലോ. വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം പേഴ്സൺ ആണോ? അല്ലല്ലോ, ബട്ട് മെസ്സഞ്ചർ അല്ലേ സർ? എനിക്ക് താല്പര്യം എന്താണ് അറിയോ സർ, ഇത് നിങ്ങൾ ഞാനത് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് നോക്കുക. അതായത് ഈ ജിബ്രീൽ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സർ. അതായത് അള്ളാഹു ആണ്. അപ്പൊ നീ വായിക്കുക എന്ന് മുഹമ്മദിനോട് പറഞ്ഞ ജിബ്രീൽ അല്ല, അള്ളാഹു ആണ്. അങ്ങനെയാണോ? അല്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുറാനിലില്ല. ഖുറാനിൽ ഓർഡർ ആണ്, ഡയറക്റ്റ്. നിങ്ങൾ ഖുറാൻ എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോ ഈ പ്രസന്റേഷനിൽ നിങ്ങൾ പറഞ്ഞു 600 ചിറകുമായിട്ട് വന്ന് ആലിംഗനം ചെയ്ത് ശ്വാസം മുട്ടിച്ച് വായിക്കുക എന്ന് പറഞ്ഞു എന്ന് 10 മിനിറ്റ് മുമ്പ് താങ്കളാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് രണ്ട് കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന് ട്രിനിറ്റിന്റെ ഹോളി സ്പിരിറ്റ്, ഒന്ന് ഈ ഹോളി സ്പിരിറ്റ്. സംഭവമില്ല അങ്ങനെ ഈ മുഹമ്മദിനോട് അങ്ങനെ ഇല്ല. ഈ രണ്ടും എനിക്ക് തെറ്റായിട്ട് കണ്ടു. പക്ഷെ ലാസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഹോളി സ്പിരിറ്റ് ഒന്ന് പറഞ്ഞു തരണം പ്ലീസ്. ഈ ത്രിത്വത്തിലുള്ള ഹോളി സ്പിരിറ്റ്.
ഹോളി സ്പിരിറ്റ് പറഞ്ഞു തരാം. നിങ്ങളുടേത് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ 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 സർ. ഓക്കെ. ഇനി ഇനി എന്തായാലും അതിനെ പറ്റി ആഡ് ചെയ്യാനുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞതിന്? ഇല്ല, ഇനി നിങ്ങൾ ചോദിച്ചെന്ന് ഞാൻ ഖുറാന്റെ ആയത്തിന് തെളിവുകൾ വേണമെങ്കിൽ തരാം. ഇത് എങ്ങനെയാണ് ഖുറാനിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഞാൻ വേണമെങ്കിൽ. ഖുറാന്റെ പോലെ തെളിവൊന്നും വേണ്ട, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ സാർ. ഓക്കെ. നിങ്ങളെ ഈ പറഞ്ഞത് ഈ റൂഹ ഹയാത്ത്, അത് വചനമാണ്, വചനം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റൂഹ അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളത് ബൈബിളില് പല അർത്ഥത്തില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും തരംതിരിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ വചനമാണ് റൂഹ എന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് താൻ സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഹോളി സ്പിരിറ്റ് എന്ന് പർട്ടിക്കുലറായിട്ട് എടുത്ത് പുതിയ നിയമത്തിൽ പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്, ഒരു പേഴ്സണാണ്. ഞങ്ങൾ തൃത്വത്തിൽ ഒരുവൻ എന്ന് പറയുന്ന ദ തേർഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി, അല്ലെങ്കിൽ വൺ പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി എന്ന് പറയുന്നത്. ട്രിനിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ മലയാളികളും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഉപദേശത്തിൽ അത് വൃത്തത്തിലാണ് നിൽക്കുന്നത്. വട്ടത്തിൽ നിൽക്കുമ്പോൾ 1, 2, 3 എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞാലും അതൊരു സർക്കുലർ ആയിട്ടാണ് ഞങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ പിതാവ് എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ആണ്. പൊതുവായിട്ട് അതിനെ ന്യൂമ എന്നാ പറയുന്നത്. 3 ന്യൂമകളാണ്. അപ്പൊ പിതാവും ഒരു ആത്മാവാണ്, പുത്രനും ആത്മാവാണ്, പരിശുദ്ധാത്മാവും ആത്മാവാണ്. 3 ആത്മാക്കളാണ് ഞങ്ങൾ പറയുന്നത്. അതിലൊരു ആത്മാവിനെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു. 3 ഹോളി സ്പിരിറ്റ് ആണുള്ളത്. പിതാവ് ഒരു ഹോളി സ്പിരിറ്റ് ആണ്, പുത്രൻ ഒരു ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മ ഒരു ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ 3 ഹോളി സ്പിരിറ്റ് ആണുള്ളത്. മനസ്സിലായോ ഇബ്രാഹിമിന്?